ജിയോ പൊളിറ്റിക്സിൽ വലിയ ചലനങ്ങളാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഉക്രൈൻ്റെ ഇഷ്യൂ അറിയാം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നു. അതായത് അമേരിക്കയും ഇറാനും ബദ്ധശത്രുക്കളാണ്. അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾക്കറിയാം ഉണ്ടായ പ്രശ്നങ്ങൾ എത്രമാത്രമാണ്. ഇപ്പോൾ പുടിൻ നേരിട്ട് ഓഫർ കൊടുത്തിരിക്കുകയാണ് അമേരിക്കയ്ക്ക്. ഇറാനുമായിട്ട് അമേരിക്ക മീഡിയേറ്റേഴ്സ് ഇല്ലാതെ, അതായത് ട്രംപും ഇറാനിയൻ ഭരണാധികാരിയുമായിട്ട് നേരിട്ട് ചർച്ച നടത്താൻ പോവുകയാണ്, അതും റഷ്യയിൽ വെച്ച്. എന്താണ് ഓഫർ കൊടുത്തിരിക്കുന്നത് പുടിൻ? അത് ടെലഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ വായിച്ച് നോക്കണം. ഇതൊക്കെ ഓരോ പറയുമ്പോഴും നിങ്ങൾ ഇതിൻ്റെ റെഫറൻസ് വായിച്ചു. ഇതൊക്കെ പേബിളാണ്, പേ ചെയ്തിട്ടേ വായിക്കാൻ പറ്റത്തുള്ളൂ, അത് ഫ്രീ അല്ല ഇതൊന്നും. അപ്പം അതിനകത്ത് പറയുന്നത് റഷ്യയാണ് ഇറാനെ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ പല കാര്യങ്ങളും സഹായിക്കുന്നത്. അതുകൊണ്ട് റഷ്യയ്ക്ക് ഇറാനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്ന രീതിയിൽ ഇറാനെ ആ ട്രാക്കിൽ കൊണ്ടുവരാം. അത് ഭയങ്കരമായിട്ടൊരു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിന് വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ റിപ്പോർട്ട് വരുന്നത് ഇറാനിൽ നിന്ന്? അതായത് പല ആവർത്തി ഇത് കഴിഞ്ഞ് 2-3 ദിവസം ഉണ്ടായ സംഭവമാണ്. പുടിൻ പല ആവർത്തി ഇറാനിയൻ പ്രസിഡന്റ് പെഷഷ്കാനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു. അപ്പം അദ്ദേഹത്തിനൊരു അപ്രിഹെൻഷൻ ഉള്ളത് അവിടെ ഹാർഡ് കോർ ആയിട്ടുള്ള ഷിയ ഗ്രൂപ്പ്, അവർ ഈ അലി ഖമേനിയുടെ കൂട്ടത്തിൽ നടക്കുന്നവരാണ്. അപ്പോൾ അവരേത് രീതിയിലായിരിക്കും അതിനെ കാണുന്നത്? അവിടെയും അതിനകത്തുള്ള പെഷഷ്കാൻ്റെ ക്യാബിനറ്റിലുള്ളവരും ഷിയയിലുള്ള സീനിയർ ആൾക്കാർ, അവരുമായിട്ടും 2-3 റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞു. കാരണം ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസിൽ നിന്നും പിന്മാറാനുള്ള ഒരു സാധ്യത കാണുകയാണ്. കാരണം റഷ്യ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഇറാന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ ഈ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കാരണം അവർക്ക് പ്രോപ്പറായിട്ട് ഇലക്ട്രിസിറ്റി ഇപ്പോൾ 1.5 മണിക്കൂറേ ഉള്ളൂ ആ രാജ്യത്ത് ആകെ കിട്ടുന്നത്. ഇതനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. അവർക്ക് അമേരിക്കൻ സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് എടുത്ത് മാറ്റണം എത്രയും വേഗം. എന്നാൽ മാത്രമേ ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഉറപ്പായിട്ടും ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ലോകത്തുണ്ടാകുന്ന ചേഞ്ചസ് പറയാം. അതായത് ഈ ഇറാനും അമേരിക്കയും ചർച്ച ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആയിരിക്കും റഷ്യയും ഇസ്രായേലും. അതായത് ഒരു കാരണവശാലും ഇറാൻ ഈ പറയുന്ന പ്രോക്സീസുമായിട്ട് ബന്ധമുണ്ടാകരുത്. ഒരു കാരണവശാലും ഇസ്രായേലിനെ ശത്രുവായിട്ട് കാണരുത്. മറ്റൊരു സംഭവം ഉണ്ടാകും. ഇറാൻ തന്നെ മുന്നോട്ട് വന്ന് പറയും, അതായത് ഗാസ ഇനിയും വേണ്ട, അവിടെയുള്ള പാലസ്തീൻകാർ ഈജിപ്തിലും ജോർദാനിലും പോകണം, അവിടെ പ്രശ്നമുണ്ടാക്കരുത്. ഓരോ പ്രശ്നത്തിനും ഒരു ഇഷ്യൂ അങ്ങ് തീരുകയാണ്. പിന്നീട് അവർ പറയും ഹൂത്തികളുമായിട്ട് ബന്ധമില്ല, അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ PKK ടർക്കി ഇഷ്യൂ എല്ലാം ആ ഇഷ്യൂ എന്നേക്കുമായിട്ട് തീർന്നു. അപ്പോൾ ഈ ഇഷ്യൂവും കൂടെ സെറ്റിലായി കഴിഞ്ഞാൽ ട്രംപ് ഒരു ഭയങ്കര ഡീൽ മേക്കറായിട്ട് വരും. ആലോചിച്ച് നോക്കൂ, ഉക്രൈൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് റഷ്യയുമായിട്ട് അടുപ്പം കാണിച്ചു കഴിഞ്ഞപ്പോൾ റഷ്യ അതിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ്, അതായത് ഇറാനെ അവിടെ ശത്രു രാജ്യമല്ല, അവരെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാകും. ഇതാണ് ഈ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൻ്റെ ഓരോ സംഭവങ്ങൾ പെട്ടെന്നാണ് ട്വിസ്റ്റ് ചെയ്ത് ഓരോ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഇറാൻ്റെ പ്രശ്നം എന്തു? ഇറാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം ഫർദറായിട്ട് പ്രോക്സീസിനെ ഇതേപോലെ മിലിറ്റൻ്റ് ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കത്തില്ല. ഇപ്പോൾ ട്രംപ് വേറെ ഇക്വേഷൻ കൊണ്ടുവരും ഇതിനകത്ത്. അതായത് ഇറാനിലുള്ള സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കണം. അവർ ഈ പറയുന്ന പർദ്ദ എന്ന് പറയുന്ന ചാക്കുമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇട്ട് കിടക്കാം. ഒരു കാരണവശാലും ഒരു റെസ്ട്രിക്ഷൻസോടെ സ്ത്രീകൾക്ക് കൊണ്ടുവരാൻ പാടില്ല. ഇതൊക്കെ അമേരിക്ക ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഇവരെ കയറി ഇമ്പോസ് ചെയ്യും. ഇതും ഡിസ്കഷൻ ഉണ്ടാകും. അതേപോലെ മറ്റുള്ള മതക്കാർക്കും അവിടെ പൂർണ്ണമായിട്ടുള്ള ഒഫീഷ്യലായിട്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ഇതൊക്കെ ഇതിൻ്റെ ഡിസ്കഷൻ്റെ പാർട്ടായിട്ട് വരും. അപ്പോൾ അതായത് മനസ്സിലാക്കുക, ഈ ട്രംപ് വന്ന ശേഷം ഇത്രയും വർഷങ്ങൾ പലതിനും സെറ്റിലായിട്ടില്ലായിരുന്നു പല ഇഷ്യൂസും. ഗ്ലോബൽ ടെററിസം, ഇസ്ലാമിക ടെററിസം, അതേപോലെ ഇസ്ലാമിക ബന്ധപ്പെട്ട് മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്ന രീതി, അതിനെ സഹായം ഒരു ഗ്രൂപ്പ് ചെയ്യുന്നു, വേറെ ഗ്രൂപ്പ് അതിനെ സഹായിക്കുന്നു, അവർ വേറെ ആക്രമിക്കുന്നു.
ഹൂത്തികൾ സൂയസ് കനാൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഹിസ്ബുള്ള എന്ന് പറഞ്ഞൊരു മിലിറ്ററി ഓർഗനൈസേഷൻ വലുതായിട്ടുണ്ടാകുന്നു. ഒരു രാജ്യം പോലെ അവർ പെരുമാറുന്നു. അവർ കയറി ലെബനൻ പിടിക്കുന്നു, അപ്പുറത്ത് സിറിയയിൽ കയറി പിടിക്കുന്നു. ആലോചിച്ച് നോക്കുക. ഇതിനൊക്കെ ഒരു വിരാമം വന്നു കഴിഞ്ഞാൽ ലോകത്ത്, അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും അതേപോലെ തന്നെ വെസ്റ്റ് ഏഷ്യയിലും ഒരു വലിയ സമാധാനം വരികയാണ്. അതായത് ഗ്ലോബൽ വേൾഡ് ഓർഡറിൻ്റെ ഒരു ചേഞ്ചാണ് പെട്ടെന്നുണ്ടാകുന്നത്. ഇതോടുകൂടി പ്രോസ്പെരിറ്റി ഉണ്ടാകും ലോകത്തിൽ. കാരണം ഇറാൻ ആ രീതിയിൽ അമേരിക്കയാണ് മറ്റുള്ള രാജ്യങ്ങളെ സാങ്ഷൻ ഇമ്പോസ് ചെയ്യാൻ എടുത്ത് മാറ്റുമ്പോൾ ഈ ക്രൂഡിൻ്റെ വില, അതായത് ഗ്യാസിൻ്റെ, അത് എനർജി, ഇതൊരു റീസണബിൾ രീതിയിലോട്ടങ്ങ് മാറും. ഇറാനെ സഹായിക്കാൻ തയ്യാറാകും പല രീതിയിൽ. അതായത് റീബിൽഡ് ചെയ്യണം. കാരണം ആ രാജ്യം താറുമാറായിട്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും. അപ്പോൾ അതിനെ സഹായിക്കാൻ തയ്യാറാക്കുക. അവിടെ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, ജോലി ക്രിയേറ്റ് ചെയ്യണം, അവർക്ക് ഫ്രീഡമായിട്ട് അവിടെ ആൾക്കാർക്ക് ഫ്രീഡം ഉണ്ടാകണം. ഇതൊക്കെ വലിയ ചേഞ്ചാണ് ഗ്ലോബലായിട്ട് ഉണ്ടാകുന്നത്. ഇപ്പം ഒരു കാരണം നമ്മൾ ഉക്രൈൻ്റെ വിഷയമാണെങ്കിൽ റഷ്യയുടെ വിഷയമാണെങ്കിലും വാറില്ലാതെ പോകുക എന്നുള്ളൊരു ഗ്ലോബൽ തോട്ട്സ് ഉണ്ട്. അതിനെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്ന ഒരാളാണ് ട്രംപ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 4 വർഷം ട്രംപ് നേരത്തെ ഇരുന്ന സമയത്ത് ഒറ്റ വാറുണ്ടായില്ല എവിടെയും. അതാണ് അയാൾ അംഗീകരിച്ചു. അയാൾ ഒറ്റ വാറിനെ അയാളെ ഭയങ്കരമായിട്ട് എതിർക്കുന്ന ആളാണ്. കാരണം അയാൾ പറയുന്നത്, ട്രംപ് പറയുന്നത്, വാറുണ്ടായി പണമുണ്ടാക്കുന്നൊരു കൂട്ടരുണ്ട്, അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. അത് അയാൾ ബിബ്ലിക്കലായിട്ടാണ് പറയുന്നത്. ഒരു കാരണവശാലും ഒരു അക്രമത്തിൻ്റെ പേരിലും അയാൾ സപ്പോർട്ട് ചെയ്തില്ല. കാരണം എല്ലാ സമാധാനത്തോട് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കുക. ഇനി തീർക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ രീതിയിൽ കാണുക, പിന്നെ ആ രീതിയിൽ പെരുമാറുക. ഇതാണ് ട്രംപിൻ്റെ ഒരു പോളിസി. അതാണ് ട്രംപിൻ്റെ ടീമിനകത്തുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചോണം. അവർ മാർക്ക് റൂബിയോ ആണെങ്കിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്, ഒരു കോൺഫ്ലിക്റ്റോ വാറോ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അപ്പുറത്തുനിന്ന് ഡീപ് സ്റ്റേറ്റ് സഹായിക്കും, ഇപ്പുറത്തുനിന്ന് വേറെ സഹായിക്കും, എല്ലാം കൂടെ കുളവാക്കി നാശമാക്കുക. ഇതിനോടൊന്നും അമേരിക്കയുടെ പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ യോജിക്കുന്നില്ല. അതാണ് പറയുന്നത്, ലോകത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ആ മാറ്റത്തിൻ്റെ ഭാഗമാകാൻ ഇറാനും കൂടെ തയ്യാറാകുകയാണ് ഈ ഇഷ്യൂവിൻ്റെ പേരിൽ. ലോകത്തുണ്ടാകുന്ന പ്രോസ്പെരിറ്റി ചേഞ്ചും ജനങ്ങൾക്കുണ്ടാകുന്നൊരു സംതൃപ്തിയും അവരുടെ ഫ്യൂച്ചറിനുണ്ടാകുന്ന ഒരു ഫ്യൂച്ചർ നോക്കിക്കാണുന്നവർക്ക് കിട്ടുന്ന ഒരു മുന്നോട്ടുള്ള പോക്ക്, ഹോപ്പ്, അതിനുണ്ടാകുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന വാറിൽ നിന്ന് ഒരിക്കലും കിട്ടുകയില്ല. അതായത് ട്രംപ് തരുന്ന ഒരു സന്ദേശമുണ്ട്, അദ്ദേഹം സമാധാനത്തിൻ്റെ കൂടെയാണ്, യുദ്ധത്തിൻ്റെ കൂടെയല്ല. ഇറാനുമായിട്ട് പ്രശ്നമുണ്ട്, അത് സംസാരിച്ച് സെറ്റിൽ ചെയ്യുക. പക്ഷേ ത്രട്ടും ഈ പറയുന്ന ടെറർ ഓർഗനൈസേഷനെ സഹായിക്കുന്ന രീതിയിൽ പോകാൻ പറ്റില്ല. ഒരു കാരണവശാലും ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് ഇറാൻ പോകാൻ പറ്റില്ല. ഒരു കാരണവശാലും ഇസ്രായേലിന് ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെയാണ് ട്രംപിൻ്റെ ഡിമാൻഡ്. ഇതനുസരിച്ച് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇറാനിൽ സമാധാനം വരും, ആ റീജിയൻ്റെ അകത്ത് സമാധാനം വരും. ആ റീജിയൻ തന്നെ ശരിക്കും പ്രോസ്പർ ചെയ്യും, മുന്നോട്ട് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്.